ഹായ് സ്റ്റുഡൻസ്, ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ചാപ്റ്ററും അതിൻ്റെ ആക്ടിവിറ്റീസുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് സ്റ്റീഫൻ ഹോക്കിംഗ് ആണ്. സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു ബ്രിട്ടീഷ് ഫിസിസിസ്റ്റും അതുപോലെ തന്നെ കോസ്മോളജിസ്റ്റ് ആൻഡ് ഓതറാണ്. കോസ്മോളജിസ്റ്റ് എന്നാൽ ഒരു പ്രപഞ്ച നിരീക്ഷകൻ, ശാസ്ത്രജ്ഞനാണ്. Diagnosed with motor neuron disease at 21, lived for over 50 years with the disease. അദ്ദേഹത്തിന് 21 വയസ്സ് ആയപ്പോൾ മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന് പറഞ്ഞൊരു അസുഖം പിടിപെടുകയും ആ അസുഖവുമായിട്ട് അയാൾ 50 വർഷം ജീവിച്ചു. മെയിൻറ്റെയിൻഡ് ആൻ ആക്റ്റീവ് പബ്ലിക് പ്രസൻസ് ഡെസ്പൈറ്റ് ഫിസിക്കൽ ലിമിറ്റേഷൻസ്. അപ്പോൾ ഈ ഫിസിക്കലി അയാളുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച് നമ്മുടെ ശാസ്ത്ര ലോകത്തിന് ഒരുപാട് പുതിയ കണ്ടെത്തലുകളൊക്കെ കൊണ്ടുവന്നൊരു വ്യക്തിയാണ് സ്റ്റീഫൻ ഹോക്കിങ്സ്. രണ്ടാമത്തെ ആൾ അരുണിമ സിൻഹ, ദ ഫസ്റ്റ് ഫീമെയിൽ ആംബ്യൂട്ടി ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ്. ആദ്യമായിട്ട് മൗണ്ട് എവറസ്റ്റ് കയറിയ ഒരു ആംബ്യൂട്ടിയാണ്. ആംബ്യൂട്ടി പറഞ്ഞാൽ ഇതിലൊക്കെ ഒരു ബോഡിയുടെ ഭാഗം മുറിച്ച് കളയേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. മൗണ്ട് എവറസ്റ്റ് കൂടാതെ മൗണ്ട് കിളിമാഞ്ചാരോ, മൗണ്ട് എൽബ്രസ്, അങ്ങനെ ഒരുപാട് മൗണ്ടെയിൻസ് കയറിയ ഒരു വ്യക്തിയാണ്. ഒരു ട്രെയിൻ ആക്സിഡൻറ്റിൽ 2011 അവർക്ക് അവരുടെ ഒരു കാലിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. എന്നിട്ടും ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്ത് വലിയ നേട്ടങ്ങളൊക്കെ കൈവരിച്ചൊരു വ്യക്തിയാണ് അരുണിമ സിൻഹ. മൂന്നാമത്തെ ആൾ രവീന്ദ്ര ജെയിനാണ്. ഇന്ത്യൻ മ്യൂസിക് കമ്പോസർ, ലിറിസിസ്റ്റ് ആൻഡ് പ്ലേ ബാക്ക് സിംഗറാണ്. ഏകദേശം 150 ഇന്ത്യൻ ഫിലിമിന് സംഗീതം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള മ്യൂസിക് കമ്പോസർ, സിംഗറൊക്കെ ആയിരുന്നു. പക്ഷേ ജനനം മുതൽ അയാൾ നമ്മൾ ഈ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് ഹെലൻ കെല്ലറാണ്. ഹെലൻ കെല്ലറിനെ കുറിച്ച് ആദ്യം ഒന്ന് നോക്കാം, എന്നിട്ട് സ്റ്റോറിയിലേക്ക് മൂവ് ചെയ്യാം. ഹെലൻ കെല്ലർ വാസ് ബോൺ ഇൻ അലബാമ, യുഎസ്എയിൽ അലബാമയിലാണ് അവർ ജനിച്ചത്. ഷി ലോസ്റ്റ് ഹെർ സൈറ്റ് ആൻഡ് ഇയറിംഗ് 19 months ആഫ്റ്റർ ബർത്ത് ഡ്യൂ ടു അൻ അൺഡയഗ്നോസ്ഡ് ബ്രെയിൻ ഡിസീസ്. അപ്പോൾ ഒരു തലച്ചോറിന് വന്നൊരു അസുഖം കാരണം ഏകദേശം 19 മാസം പ്രായമായപ്പോൾ അവർക്ക് കാഴ്ചയും കേൾവിയും മുഴുവനായിട്ട് നഷ്ടപ്പെടുകയാണ്. ഷി വെൻറ്റ് ഓൺ ടു ബിക്കം ഫസ്റ്റ് ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ ടു ഗ്രാജുവേറ്റ് ഇൻ അമേരിക്ക. അപ്പോൾ അമേരിക്കയിൽ ആദ്യമായിട്ട് ഗ്രാജുവേഷൻ, അത് ഡിഗ്രി പൂർത്തിയാക്കിയ ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള, അതായത് ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി, ആദ്യത്തെ വ്യക്തിയാണ് ഹെലൻ കെല്ലർ. ഷി വാസ് കൺസിഡേർഡ് വൺ ഓഫ് ദ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദ കൺട്രി. അപ്പോൾ രാജ്യത്തുള്ള 100 ആളുകളിൽ ഒരാൾ, ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത, മറ്റുള്ളവരെ സ്വാധീനിച്ചൊരു വ്യക്തിയാണ്. ടുഡേ ഹെലൻ കെല്ലർ ഇസ് എ സിംബൽ ഓഫ് ഡിറ്റർമിനേഷൻ, എൻഡുറൻസ് ആൻഡ് സ്ട്രഗിൾ. അപ്പോൾ തൻ്റെ എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ചൊരു വ്യക്തി എന്നുള്ള നിലയിൽ മറ്റുള്ള ആളുകൾക്ക് ഒരു മാതൃകയാണ് ഹെലൻ കെല്ലർ. ഹർ ഓട്ടോബയോഗ്രഫി ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ഇസ് എ റെക്കോർഡ് ഓഫ് ഹർ സ്ട്രഗിൾസ് ആൻഡ് സക്സസ്. അപ്പോൾ ഹെലൻ കെല്ലറുടെ ഓട്ടോബയോഗ്രഫിയാണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. അത് അവരുടെ ജീവിതത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളും എങ്ങനെ അവർ സക്സസ്ഫുൾ ആയി എന്നൊക്കെ പറയുന്ന ഒരു വർക്കാണ്. ഈ വർക്കിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ സ്റ്റോറിയിൽ നമ്മൾ പഠിക്കുന്നത്. സോ നൗ വി ആർ മൂവിങ് ടു ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൻ്റെ കഥ. The beginning of my life was simple and much like every other little life. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം, ബിഗിനിങ് എന്ന് പറഞ്ഞാൽ തുടക്കം എന്തായിരുന്നു, വളരെ സിമ്പിളായിരുന്നു. അതുപോലെ തന്നെ മറ്റു കുട്ടികളുടെ ജീവിതത്തെ പോലെ തന്നെയായിരുന്നു. I saw and I conquered as the first baby in the family always does. അപ്പോൾ അവരുടെ ഫാമിലിയിലുള്ള ആദ്യത്തെ കുട്ടിയായിരുന്നു. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരുടെയും സന്തോഷവും ഒക്കെ പിടിച്ചു പറ്റിയൊരു കുട്ടിയായിരുന്നു. ദർ വാസ് ദ യൂഷ്വൽ എമൗണ്ട് ഓഫ് ഡിസ്കഷൻ ഓൺ എ നെയിം ഫോർ മീ. അപ്പോൾ കുട്ടിക്ക് എന്ത് പേരിടണം എന്നതിനെക്കുറിച്ച് എല്ലാ ഫാമിലിയിലും നടക്കുന്ന പോലെ ഒരുപാട് ചർച്ചകളൊക്കെ നടന്നു. ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി വാസ് നോട്ട് ടു ബി ലൈറ്റ്ലി നെയിംഡ്. എവ്രി വൺ വാസ് എംഫാറ്റിക് അബൌട്ട് ദാറ്റ്. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലൊരു ദൃഢ നിശ്ചയം ഉണ്ടായത് എന്താണ്, ഫാമിലിയിലെ ഫസ്റ്റ് ബേബി ആയതുകൊണ്ട് തന്നെ ഒരു സാധാരണ പേരിട്ടാൽ പോരാ, കുറച്ച് ഡിസ്കസ് ചെയ്തിട്ട് നല്ലൊരു പേര് തന്നെ ഇടണം എന്നുള്ളത്. മൈ ഫാദർ സജസ്റ്റഡ് ദ നെയിം മിൽഡ്രഡ് ക്യാമ്പൽ. അപ്പോൾ ഹെലൻ്റെ ഫാദർ സജസ്റ്റ് ചെയ്ത, നിർദ്ദേശിച്ചിട്ടുള്ള പേരെന്തായിരുന്നു, മിൽഡ്രഡ് ക്യാമ്പൽ എന്നായിരുന്നു. ഷീ വാസ് വൺ ഓഫ് ഹർ ഹൈലി എസ്റ്റീംഡ് ആൻസസ്റ്റർ. അപ്പോൾ മിൽഡ്രഡ് ക്യാമ്പൽ ആരായിരുന്നു, അവരുടെ ഫാമിലിയിലുള്ള ഒരു ആൻസസ്റ്റർ ആയിരുന്നു. ആൻസസ്റ്റർ ഒരു പൂർവികർ. But in the excitement of carrying me to the church, my father forgot the name on the way. പക്ഷേ ഈ പേരിടാൻ വേണ്ടി അവളെ ചർച്ചിലേക്ക് കൊണ്ടുപോയ സമയത്ത് എന്താണ്, ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു ആഹ്ലാദത്തിൽ അച്ഛൻ ആ പേര് മറന്നു പോവുകയാണ്. When the church minister asked him for it, അപ്പോൾ ചർച്ചിലെത്തിയപ്പോൾ ചർച്ച് മിനിസ്റ്റർ, അതിൽ ചർച്ചിലുള്ള പ്രീസ്റ്റ് അച്ഛൻ പേര് ചോദിച്ചപ്പോൾ he gave the name ഹെലൻ ആദംസ്. അപ്പോൾ പെട്ടെന്ന് കിട്ടിയ ഒരു പേരായിട്ട് ഹെലൻ ആദംസ് എന്ന പേര് വെക്കുകയായിരുന്നു ഹെലൻ കെല്ലറിന്. ഹൗ ഡിഡ് ഹെലൻ ഗെറ്റ് ഹെർ നെയിം? എങ്ങനെയാണ് ഹെലൻ ആ പേര് കിട്ടിയത്? അപ്പോൾ ആദ്യം സജസ്റ്റ് ചെയ്ത പേര് മിൽഡ്രഡ് ക്യാമ്പൽ ആയിരുന്നു. പക്ഷേ ചർച്ചിലെത്തിയപ്പോൾ ഹെലൻ്റെ ഫാദർ ആ പേര് മറന്നു പോവുകയും അങ്ങനെ ഹെലൻ ആദംസ് എന്നുള്ള പേര് ലഭിക്കുകയും ചെയ്തു. I showed many signs of eager, self-asserting disposition when I was still a baby. അപ്പോൾ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഈഗർ, അതുപോലെ തന്നെ സെൽഫ് അസേർട്ടിങ് ഡിസ്പോസിഷൻ, അതായത് ഞാൻ പറയുന്ന കാര്യമാണ് ശരി എന്നുള്ള രീതിയിലുള്ളൊരു ബിഹേവിയറൊക്കെ ഹെലൻ കാണിച്ചിരുന്നു.
ഐ ഇൻസിസ്റ്റഡ് അപ്പോൺ ഇമിറ്റേറ്റിംഗ് എവറിത്തിങ് ദാറ്റ് ഐ സോ അതർ പീപ്പിൾ ഡൂയിങ്. അതുപോലെ തന്നെ ഹെലൻ ചെയ്തിരുന്ന മറ്റൊരു കാര്യമാണ് വേറെയുള്ള ആളുകൾ ചെയ്യുന്നത് അതുപോലെ അനുകരിക്കാൻ അവൾ ശ്രമിക്കുമായിരുന്നു, ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. അറ്റ് 6 months ഐ കുഡ് പൈപ്പ് ഔട്ട് ഹൗ ഡു യു. ഒരു 6 മാസമായപ്പോഴേക്കും അവൾ ഹൗ ഡു യു എന്ന് സംസാരിക്കാൻ തുടങ്ങി. അവിടെ എഴുതിയത് ആ കുട്ടി പറയുന്ന ഒരു സൗണ്ടാണ്, ഹൗ ഡു യു എന്നാണ്. വൺ ഡേ ഐ അട്രാക്റ്റഡ് എവ്രി വൺസ് അറ്റൻഷൻ ബൈ സേയിങ് ടി ടി ടി. അപ്പോൾ ഒരു ദിവസം എല്ലാവരുടെയും അട്രാക്ഷൻ പിടിച്ചു പറ്റിക്കൊണ്ട് അവൾ സംസാരിക്കാൻ തുടങ്ങുകയാണ്, ടി ടി എന്ന് വേർഡ് പറയാൻ തുടങ്ങുകയാണ്. ഈവൻ ആഫ്റ്റർ മൈ ഇൽനെസ് ഐ റിമെമ്പേർഡ് വൺ ഓഫ് ദ വേർഡ്സ് ഐ ഹാഡ് ലേൺഡ് ഇൻ ദീസ് ഏർലി മന്ത്സ്. അപ്പോൾ തൻ്റെ അസുഖത്തിന് ശേഷവും അവളുടെ ജീവിതത്തിലെ ഈ ഫസ്റ്റ് കാലഘട്ടത്തിൽ അവൾ പഠിച്ച ഒരു വാക്ക് അവൾ ഓർത്തിരുന്നു. ഏതായിരുന്നു ആ വാക്ക്? ഇറ്റ് വാസ് ദ വേർഡ് വാട്ടർ. വാട്ടർ, വെള്ളം എന്നുള്ള വേർഡായിരുന്നു. ഐ കണ്ടിന്യൂ ടു മേക്ക് സം സൗണ്ട് ഫോർ ദാറ്റ് വേർഡ് ആഫ്റ്റർ ഓൾ ദ അതർ സ്പീച്ച് വാസ് ലോസ്റ്റ്. ഇതെൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടിട്ടും ആ വാട്ടർ എന്നുള്ളത് പറയാൻ അവൾ ശ്രമിച്ചിരുന്നു. ഐ സ്റ്റോപ്ഡ് മേക്കിംഗ് ദ സൗണ്ട് വാ വാ ഓൺലി വെൻ ഐ ലേൺ ടു സ്പെൽ ദ വേർഡ്. അപ്പോൾ എന്താണ്, വാട്ടർ എന്ന് പറയാൻ ശ്രമിച്ചാൽ വാ വാ എന്ന് അവൾ അസുഖം വന്നിട്ടും പറഞ്ഞുകൊണ്ടിരുന്നു. They tell me I walked the day I was a year old. അപ്പോൾ അവർ പറഞ്ഞു, അത് പാരൻസ് പറഞ്ഞ കാര്യമാണ്, എനിക്ക് 1 വയസ്സായപ്പോൾ തന്നെ ഞാൻ നടക്കാൻ തുടങ്ങി. മൈ മദർ ഹാഡ് ജസ്റ്റ് ടേക്കൺ മീ ഔട്ട് ഓഫ് ദ ബാത്ത് ടബ് ആൻഡ് വാസ് ഹോൾഡിങ് മീ ഇൻ എ ലാബ്. അപ്പോൾ എന്തായിരുന്നു, അമ്മ ഹെലനെ കുളിപ്പിച്ച് ബാത്ത് ടബിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് സഡൻലി അട്രാക്റ്റഡ് ബൈ ദ ഫ്ലിക്കറിങ് ഷാഡോസ് ഓഫ് ലീവ്സ് ദാറ്റ് ഡാൻസ്ഡ് ഇൻ സൺലൈറ്റ് ഓൺ സ്മൂത്ത് ഫ്ലോർ. അപ്പോൾ ഫ്ലിക്കർ എന്ന് പറഞ്ഞാൽ മിന്നി മറയുന്ന ഇലകളുടെ മിന്നി മറയുന്ന നിഴൽ, സൺലൈറ്റ് അകത്തേക്ക് വന്നപ്പോൾ ഇലകളുടെ നിഴൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കണ്ടപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിലാണ് ആ 1 വയസ്സായിട്ടുള്ള ഹെലൻ അതിനെ പിടിക്കാൻ വേണ്ടി നടന്നു പോകുന്നത്. ഐ സ്ലിപ്ഡ് ഫ്രം മൈ മദേഴ്സ് ലാപ്പ് ആൻഡ് ആൾമോസ്റ്റ് റാൻ ടുവേർഡ്സ് ദം. അപ്പോൾ ഈ കാഴ്ച കണ്ടപ്പോൾ, ഈ ഇലകളുടെ ഒരു നിഴൽ കണ്ടപ്പോൾ എന്താണ്, മദറിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് ഊർന്ന് ഇറങ്ങിക്കൊണ്ട് ആ ഇലയുടെ നിഴലിനെ പിടിക്കാൻ പോവാണ്. ബട്ട് ദ ഇമ്പൾസ് വാസ് ക്വിക്ക്ലി ഗോൺ. പക്ഷേ ആ ഒരു ഇമ്പൾസ്, പെട്ടെന്നുണ്ടായ ആ ഒരു ആവേശം പെട്ടെന്ന് ഇല്ലാതായി. ഐ ഫെൽ ഡൗൺ ആൻഡ് ക്രൈഡ് ഫോർ ഹെർ ടു ടേക്ക് മീ അപ്പ് ഇൻ ഹെർ ആം. പെട്ടെന്ന് നടന്നപ്പോൾ എന്താണ്, വീണു പോവുകയും അമ്മയോട് എടുക്കാൻ വേണ്ടി കരയുകയും ചെയ്യാണ്. These happy days did not last long. Just 1 year, one brief spring when the robin and mockingbird sang their melodious songs. അപ്പോൾ എന്താണ്, ഈ ഹാപ്പി ഡേയ്സ് കൂടുതൽ നിലനിന്നില്ല. ജസ്റ്റ് 1 year, ഒരു വർഷം മാത്രമാണ് നിലനിന്നത്. വൺ ബ്രീഫ് സ്പ്രിങ്, ഒരു ചെറിയ സ്പ്രിങ് സീസൺ. സ്പ്രിങ് സീസണിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നതാണ് റോബിൻ ആൻഡ് മോക്കിംഗ് ബേർഡ് സാങ് ദ മെലോഡിയസ് സോങ്. റോബിനും മോക്കിംഗ് ബേർഡ്സൊക്കെ പക്ഷികളാണ്. എ സമ്മർ വിത്ത് ഇറ്റ്സ് ബ്ലൂമിങ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്. അതുപോലെ തന്നെ ഒരു സമ്മർ സീസണിൽ എന്തായിരുന്നു, ബ്ലൂമിങ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്. ബ്ലൂം ചെയ്യാൻ ഇങ്ങനെ വിരിഞ്ഞു വരുന്ന പൂക്കളും അതുപോലെ തന്നെ പലതരം ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഓട്ടം വിത്ത് ഇറ്റ്സ് ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിങ് ലീവ്സ്. അതുപോലെ തന്നെ ഒരു ഓട്ടം സീസണിലെ പ്രത്യേകതയായിരുന്നു ഗോൾഡൻ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഷെഡിങ് ലീവ്സ്. ഷെഡ് ചെയ്യാറിനാൽ പൊഴിഞ്ഞു പോകുന്ന ഇലകൾ. ഇറ്റ് ഹാപ്പൻഡ് ഇൻ ഫെബ്രുവരി ഇൻ ദ മിഡിൽ ഓഫ് വിൻ്റർ. അപ്പോൾ വിൻ്ററിൻ്റെ പകുതിയിൽ വെച്ച് ഒരു ഫെബ്രുവരിയിലാണ് അത് സംഭവിച്ചത്. എന്താണ് സംഭവിച്ചത്? ഐ വാസ് സ്ട്രക്ക് ബൈ ദ ഇൽനെസ് വിച്ച് ക്ലോസ്ഡ് ബോത്ത് മൈ ഐസ് ആൻഡ് ഇയേഴ്സ് ഫോർ എവർ. അപ്പോൾ എന്താണ്, ഹെലന് പെട്ടെന്നൊരു അസുഖം വരികയും അവളുടെ ഐസും ഇയേഴ്സും എന്നേക്കുമായിട്ട് ക്ലോസ് ചെയ്യപ്പെട്ടു. അതായത് കേൾവി ശക്തിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടു പോവുകയാണ്. ദ ഡോക്ടർ തോട്ട് ഐ വുഡ് നോട്ട് ലിവ് ബട്ട് ഏർലി വൺ മോർണിംഗ് ദ ഫീവർ ലെഫ്റ്റ് മീ. ഡോക്ടേഴ്സ് എന്താ വിചാരിച്ചത്, ഹെലന് ഇനി ജീവിക്കില്ല എന്നാണ്. പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്നെ അവൾക്ക് പെട്ടെന്ന് വന്ന ആ പനി മാറി. ദർ വാസ് ഗ്രേറ്റ് റിജോയ്സ് ഇൻ ദ ഫാമിലി ദാറ്റ് മോർണിംഗ്. അപ്പോൾ ആ ദിവസം രാവിലെ എന്താണ്, ഫാമിലിയിൽ എല്ലാവർക്കും കുറച്ച് ആശ്വാസം തോന്നാണ്, കുട്ടിയുടെ പനി കുറഞ്ഞല്ലോ. ബട്ട് നോ വൺ, നോട്ട് ഈവൻ ദ ഡോക്ടർ ന്യൂ ദാറ്റ് ഐ വുഡ് നെവർ സീ ഓർ ഹിയർ അഗെയിൻ. പക്ഷെ അപ്പോൾ ഫാമിലിയിലുള്ള ആളുകളും അതുപോലെ ഡോക്ടേഴ്സൊന്നും തിരിച്ചറിഞ്ഞിരുന്നില്ല ഹെലൻ ഒരിക്കലും ഇനി സംസാരിക്കാനും അതുപോലെ തന്നെ കാണാനും കഴിയില്ല എന്ന്. വൈ ഡിഡൻറ്റ് ഹെലൻസ് ഹാപ്പി ഡേയ്സ് ലാസ്റ്റ് ലോങ്? എന്തുകൊണ്ടാണ് ഹെലൻ്റെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ കൂടുതൽ നീണ്ടു നിൽക്കാതിരുന്നത്? ബിക്കോസ് ഷീ സ്ട്രക്ക് ബൈ ദ ഇൽനെസ് വിച്ച് ക്ലോത്ത്സ് ബോത്ത് ഐസ് ആൻഡ് ഇയേഴ്സ് ഫോർ എവർ. അവൾക്ക് ഒരു അസുഖം വരികയും അവളുടെ കാഴ്ചശക്തിയും സംസാരശേഷിയും ഇല്ലാതാവുകയും ചെയ്തു. വാട്ട് ട്രാജഡി സ്ട്രക്ക് ഹെലൻ ഇൻ ഫെബ്രുവരി? ഫെബ്രുവരിയിൽ എന്ത് ട്രാജഡിയാണ് വന്നത്? അവൾക്കൊരു അസുഖം വന്നു, അതുപോലെ തന്നെ കാഴ്ചശക്തിയും കേൾവിയും ഇല്ലാതായി. I fancy I still have confused memories of that illness. അപ്പോൾ എന്താണ്, ആ ഒരു അസുഖത്തിൻ്റെ മെമ്മറീസ്,
ഓർമ്മകൾ ഇപ്പോഴും അവരിൽ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. ഐ എസ്പെഷ്യലി റിമെമ്പർ ദ ടെൻഡർനെസ് വിത്ത് വിച്ച് മൈ മദർ ട്രൈ ടു സൂട്ട് മീ ഇൻ മൈ വേക്കിംഗ് ഹവേഴ്സ്. അപ്പോൾ ആ അസുഖമുള്ള സമയത്ത് അവൾ ഉണർന്നിരിക്കുമ്പോൾ അവളുടെ അമ്മ അവളെ ആശ്വസിപ്പിക്കുന്നതൊക്കെ അവളിപ്പോഴും ഓർക്കുന്നുണ്ട്. ഐ ആൾസോ റിമെമ്പർ ദ പെയിൻ ആൻഡ് കൺഫ്യൂഷൻ വിത്ത് വിച്ച് ഐ വോക്ക് ആഫ്റ്റർ എ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്. അപ്പോൾ ആ പനിയൊക്കെ കഴിഞ്ഞ് ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഉറക്കത്തിന് ശേഷം എണീറ്റപ്പോൾ അവൾക്കുണ്ടായ ഒരു വേദന, അതുപോലെ തന്നെ ചുറ്റും എന്താ നടക്കുന്നത് എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഒക്കെ അവളിപ്പോഴും ഓർക്കുന്നു. ഐ ടേൺഡ് മൈ ഐസ് എവേ ഫ്രം ദ വൺസ് ലവ്ഡ് ലൈറ്റ്. പിന്നെന്താണ്, ഒരിക്കൽ കാണാൻ ഇഷ്ടപ്പെട്ട ലൈറ്റ് കണ്ടിട്ട് ഓടി നടക്കാൻ ശ്രമിച്ച കുട്ടിയാണ്. ഒരിക്കൽ കാണാൻ ഇഷ്ടപ്പെട്ട ആ ലൈറ്റിന് നേരെ വരെ അവൾ മുഖം തിരിക്കുകയാണ്. ലൈറ്റൊന്നും അവൾക്ക് ഇഷ്ടപ്പെടാതായി. ബട്ട് എക്സെപ്റ്റ് ഫോർ ദീസ് ഫ്ലീറ്റിംഗ് മെമ്മറീസ് ഇറ്റ് ആൾ സീംസ് വെരി അൺറിയൽ ലൈക്ക് എ നൈറ്റ് മയർ. അപ്പോൾ അവൾക്ക് എന്താ തോന്നുന്നത്, ഇത് റിയൽ മെമ്മറീസൊക്കെ ഉണ്ടെങ്കിൽ പോലും അവൾക്ക് ഇതിനൊരു നൈറ്റ് മയർ ആണ് ഒരു ദുസ്വപ്നം, ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നമായിട്ടാണ് തോന്നുന്നത്. ഗ്രാജ്വലി ഐ ഗോട്ട് യൂസ്ഡ് ടു ദ സൈലൻസ് ആൻഡ് ഡാർക്ക്നെസ് സറൗണ്ടഡ് മീ. അപ്പോൾ ഗ്രാജ്വലി പതിയെ ഐ ഗോട്ട് യൂസ്ഡ് ടു ദ സൈലൻസ്, എനിക്ക് ചുറ്റുമുള്ള സൈലൻസ്, അതായത് കേൾക്കാൻ കഴിയില്ലല്ലോ, അപ്പോൾ ചുറ്റുമുള്ള സൈലൻസ്, അതുപോലെ തന്നെ ഡാർക്ക്നെസ്, ഹെലന് കണ്ണ് കാണാൻ കഴിയില്ല, അപ്പോൾ തൻ്റെ മുമ്പിലുള്ള ഡാർക്ക്നെസ്സും അതുപോലെ തന്നെ തനിക്ക് ചുറ്റുമുള്ള ആ ഒരു നിശബ്ദതയൊക്കെ അവൾ പതിയെ പതിയെ സ്വീകരിച്ച് തുടങ്ങുകയാണ്. ഐ ഫൊഗോട്ട് കംപ്ലീറ്റ്ലി ദാറ്റ് ഇറ്റ് ഹാഡ് ഓൾ ബീൻ വെരി ഡിഫറെൻറ്റ്. ഇതൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവരും ഇങ്ങനെയല്ല എന്നുള്ളൊരു കാര്യം അവൾ പതിയെ മറന്നു തുടങ്ങുകയാണ്. ഇറ്റ് വാസ് മൈ ടീച്ചർ ഹു ചേഞ്ച്ഡ് എവറിത്തിങ് ആൻഡ് സെറ്റ് മൈ സ്പിരിറ്റ് ഫ്രീ. അവളുടെ ജീവിതത്തിൽ ഒരു ഇൻസ്പിറേഷൻ, ഒരു മാറ്റം കൊണ്ടുവന്നൊരു വ്യക്തി ആരാണ്? അവളുടെ ടീച്ചറാണ്. അവളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി അവളെ പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവന്ന ആളാണ് അവളുടെ ടീച്ചർ. ബട്ട് ദ ഫസ്റ്റ് 19 months ഓഫ് മൈ ലൈഫ് ഹാഡ് ബീൻ ഡിഫറെൻറ്റ്. പക്ഷേ അവൾ ഓർക്കുകയാണ്, തൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ഉണ്ടായിരുന്ന 19 മാസം എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. അതുവരെ അവൾ ഒരു നോർമൽ ചൈൽഡായിരുന്നു. I had caught glimpses of broad green fields, a luminous sky and trees and flowers. അപ്പോൾ എന്താണ്, ആ സമയത്ത് അവൾ കണ്ട കാര്യങ്ങൾ ഓർക്കുകയാണ്. എന്താണ്, ബ്രോഡായിട്ടുള്ള അതുപോലെ ഗ്രീൻ ഫീൽഡുകൾ കണ്ടു, സ്കൈ, ട്രീസ്, ഫ്ലവേഴ്സ്, ഇതൊക്കെ കണ്ടത് അവൾ ഓർക്കുകയാണ്. ദ ഡാർക്ക്നെസ് ദസ് ഫോളോഡ് കുഡ് നോട്ട് ഹോളി ബ്ലോട്ട് ദം ഔട്ട്. എന്നാണ് അതിനുശേഷം അവളുടെ കണ്ണിലേക്ക് വന്ന ആ ഒരു ഡാർക്ക്നെസ്, ആ ഇരുട്ടിന് ഒരിക്കലും ഈ മെമ്മറീസിനൊന്നും കംപ്ലീറ്റ് ആയിട്ട് മായ്ച്ച് കളയാൻ കഴിയില്ല, അതൊക്കെ അവളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. വൈ വർ ദ ഫസ്റ്റ് 19 months ഓഫ് ഹെലൻ കെല്ലേഴ്സ് ലൈഫ് ഡിഫറെൻറ്റ്? ആദ്യത്തെ 19 months എങ്ങനെയായിരുന്നു ഡിഫറെൻ്റ് ആയിരുന്നത്? നോർമലി എല്ലാ കുട്ടികളെയും പോലെ കാണാനും കേൾക്കാനും ഒക്കെ കഴിവുണ്ടായിരുന്നു ഹെലൻ കെല്ലറിന്. Now let's look at the question and answers. Activity 1. Dave is trying to list out the events in the early life of Helen Keller. ദേവ് എന്താ ചെയ്യുന്നത്, ഹെലൻ കെല്ലറിൻ്റെ ആദ്യത്തെ ആ ലൈഫിൻ്റെ ഫസ്റ്റ് ഭാഗത്തുള്ള ഓരോ സംഭവങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ബട്ട് ഹീ ഈസ് നോട്ട് ഏബിൾ ടു പുട്ട് ദം ഇൻ ഓർഡർ. അവൻ എന്താണ്, അത് ഓർഡറിൽ ചെയ്യാൻ കഴിയുന്നില്ല. റീഡ് ദ പാസേജ് വൺസ് അഗെയിൻ ആൻഡ് ഹെൽപ്പ് ഹിം ടു റൈറ്റ് ദ ഫോളോയിങ് ഇൻ ദ കറക്റ്റ് ഓർഡർ. സ്റ്റോറി ഒന്നുകൂടെ വായിച്ചിട്ട് ഇതിനെ കറക്റ്റ് ഓർഡർ ആക്കാൻ അവനെ സഹായിക്കാനാണ്. ഇതിൽ ഫസ്റ്റ് വരെ എന്താണ്, ഹെലൻ വാസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി. അവരുടെ ഫാമിലിയിലെ ആദ്യത്തെ കുട്ടിയായിരുന്നു ഹെലൻ. ദർ വാസ് എ ഹീറ്റഡ് ഡിസ്കഷൻ ഓൺ നെയിമിങ് ദ ബേബി. കുട്ടിക്ക് പേരിടിനെ പറ്റിയിട്ട് ഒരു വലിയ ചർച്ച തന്നെ നടന്നു. മിൽഡ്രഡ് ക്യാമ്പൽ വാസ് എ നെയിം സജസ്റ്റഡ് ഫോർ ദ ബേബി. അപ്പോൾ കുട്ടിക്ക് സജസ്റ്റ് ചെയ്ത പേരായിരുന്നു മിൽഡ്രഡ് ക്യാമ്പൽ. ഹെലൻ ലേൺ ദ വേർഡ് വാട്ടർ ഇൻ ഹർ ഏർലി മന്ത്സ്. തൻ്റെ ആദ്യ മാസങ്ങളിൽ തന്നെ അവൾ വാട്ടർ എന്നുള്ള വേർഡ് പഠിക്കുകയാണ്. ഹെലൻ സ്റ്റാർട്ടഡ് വാക്കിംഗ് ദ ഡേ ഷീ ബിക്കെയിം എ ഇയർ ഓൾഡ്. അവൾക്ക് 1 വയസ്സായപ്പോൾ അവൾ നടക്കാൻ തുടങ്ങി. അവസാനത്തെ വരെ ഹെലൻ ഫെൽ, എല്ലാവരും അസുഖം പിടിപെട്ടു. ഇതാണ് കറക്റ്റായിട്ടുള്ള ഓർഡർ. Activity 2. Choose another suitable title from the options given below for the passage. You may also give one of your own. താഴെ തന്നിരിക്കുന്ന 3 ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു ടൈറ്റിൽ സെലക്ട് ചെയ്യാനാണ് ഈ പാസേജിന്. അതുപോലെ തന്നെ നിങ്ങളോട് സ്വന്തമായിട്ടൊരു ടൈറ്റിൽ കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ താഴെ തന്നിരിക്കുന്ന ടൈറ്റിൽസ് ദ ക്വസ്റ്റ് ഫോർ എ നെയിം, അൺഫോൾഡിങ് ഗ്രീഫ്, സീസൺസ്. ഇതാണ് ഇതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊന്ന് സ്വയം പ്രിപ്പയർ ചെയ്യുക. ലൈഫ് ഓഫ് ഹെലൻ, ഹെർ സ്റ്റാർട്ട്സ് മൈ ലൈഫ്, ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആക്ടിവിറ്റി 3. സം സീസൺസ് ആർ മെൻഷൻഡ് ഇൻ ദ പാസേജ്. അപ്പോൾ ഈ പാസേജിൽ നമ്മൾ വായിച്ച സ്റ്റോറിയിൽ കുറച്ച് സീസൺസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ദ നെയിംസ് ആൻഡ് ഫീച്ചേഴ്സ് ഇൻ ദ കോളംസ് ഗിവൺ ബിലോ. അപ്പോൾ ആ സീസണുകളുടെ പേര് അതുപോലെ തന്നെ അവരുടെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ, ആ സീസണിൽ എന്താണ് സംഭവിച്ചതെന്നും കൂടെ എഴുതുക. സ്പ്രിങ് അവിടെ തന്നിട്ടുണ്ട്. സമ്മറിൽ ബ്ലൂമിങ് റോസസ് ആൻഡ് ഫ്രൂട്ട്സിനെ പറ്റിയാണ് പറഞ്ഞത്. ഓട്ടം
ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിങ് ലീവ്സ്. ഗോൾഡൻ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഷെഡിങ് ഇല പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ലീവ്സാണ്. മരങ്ങളിൽ ഇല പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ദെൻ വിൻ്റർ സ്ട്രക്ക് ബൈ ദ ഇൽനെസ് വിച്ച് ക്ലോസ്ഡ് ബോത്ത് ഐസ് ആൻഡ് ഇയേഴ്സ് ഫോർ എവർ. അപ്പോൾ വിൻ്ററിൽ ഹെലന് ഒരു അസുഖം പിടിപെട്ട് അവളുടെ കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ടു. How many seasons do you have in India? Collect the pictures and photographs of how nature looks in different seasons. നമ്മുടെ ഇന്ത്യയിൽ ഏതൊക്കെ സീസൺസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ സീസണുകളുടെ പിക്ചേഴ്സൊക്കെ കളക്ട് ചെയ്യുക. ആ സമയത്ത് പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ കാണിക്കുന്ന പിക്ചേഴ്സ് നിങ്ങൾ കളക്ട് ചെയ്യുക. ടോട്ടലി വിൻ്റർ, സമ്മർ, മൺസൂൺ, ഓട്ടം, അങ്ങനെ 4 സീസൺസ് ആണ് നമുക്കുള്ളത്. ഈ സീസൺസിൻ്റെ പിക്ചേഴ്സ് നിങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങളുടെ ബുക്കിൽ പേസ്റ്റ് ചെയ്യുക. Imagine you are a news reporter and you have got an opportunity to talk to Helen Keller's mother, Kate Keller. നിങ്ങളൊരു ന്യൂസ് റിപ്പോർട്ടറാണ് എന്ന് ഇമാജിൻ ചെയ്യുക. അതുപോലെ തന്നെ ഹെലൻ കെല്ലറിൻ്റെ മദറായ കേറ്റ് കെല്ലറിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടിയെന്ന് ഇമാജിൻ ചെയ്യൂ. വാട്ട് ക്വസ്റ്റ്യൻസ് വുഡ് യു ലൈക്ക് ടു ആസ്ക് ഹെർ? അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഹെലൻ കെല്ലറിൻ്റെ അമ്മയോട് നിങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഹൗ ഡിഡ് യു ഫീൽ വെൻ ഹെലൻ വാസ് ബോൺ? അപ്പോൾ ഹെലൻ എന്ന് പറഞ്ഞൊരു കുട്ടി നിങ്ങൾക്ക് ജനിച്ചപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? വാട്ട് വാസ് ഹെലൻ ലൈക്ക് ആസ് എ ലിറ്റിൽ ഗേൾ? ഒരു ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ ഹെലൻ എങ്ങനെയായിരുന്നു, എങ്ങനെയുള്ള കുട്ടിയായിരുന്നു എന്ന് ചോദിക്കാം. ഹൗ ഡിഡ് യു ഹെൽപ്പ് ഹെലൻ ലേൺ ടു കമ്മ്യൂണിക്കേറ്റ്? സംസാരിക്കാനും ആളുകളോട് സംഭാഷണമൊക്കെ നടത്താനും ഹെലനെ നിങ്ങൾ എങ്ങനെയാണ് പഠിപ്പിച്ചത്? വാട്ട് വാസ് ദ മോസ്റ്റ് ചലഞ്ചിങ് പാർട്ട് ഓഫ് ബീയിങ് ഹെലൻസ് മദർ? ഹെലൻ്റെ മദർ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള സമയം എപ്പോഴായിരുന്നു? വാട്ട് വാസ് ദ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് യു ഷെയർഡ് വിത്ത് ഹെലൻ? ഹെലനുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള, പങ്കുവച്ചിട്ടുള്ള ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ഏതൊക്കെയായിരുന്നു? ഹൗ ഡിഡ് ഹെലൻസ് ഡിസബിലിറ്റി അഫക്റ്റ് യുവർ ഫാമിലി? അപ്പോൾ ഹെലൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കുടുംബത്തെ അഫക്റ്റ് ചെയ്തത്, എങ്ങനെയാണ് ബാധിച്ചത്? വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ഹെലൻ? ഹെലനിൽ നിന്ന് എന്ത് പാഠമാണ് നിങ്ങൾ പഠിച്ചത്? ഹൗ ഡിഡ് യു എൻകറേജ് ഹെലൻ ടു ബി ഇൻഡിപെൻഡൻ്റ് ആവാൻ, അതായത് മറ്റുള്ളവർ ഒരാളുടെ സഹായം തേടാതെ സ്വയം കാര്യങ്ങളൊക്കെ ചെയ്യാൻ എങ്ങനെയാണ് ഹെലനെ നിങ്ങൾ പ്രേരിപ്പിച്ചത്? വാട്ട് മെസ്സേജ് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് പാരൻസ് ഓഫ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്? അപ്പോൾ ഇതുപോലുള്ള സ്പെഷ്യൽ നീഡ്സ് ഉള്ള, എന്തെങ്കിലും ഡിസബിലിറ്റീസ്, അസുഖങ്ങളൊക്കെ ഉള്ള കുട്ടികളുള്ള പാരൻസിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും ഒരു മെസ്സേജ് അവർക്ക് വേണ്ടി കൊടുക്കാനുണ്ടോ? ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഹെലൻ കെല്ലറിൻ്റെ മദറിനോട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. സോ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ഇതിലുള്ള ആക്ടിവിറ്റീസും ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് ലെസൺ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.